സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. അംഗം നന്നായി ലസിക്കും സിതകനകമണി ഭൂഷണങ്ങൾ ധരിച്ചും തുംഗശ്രീയാൽ തിളങ്ങി ത്രിഭുവനമഖിലം കാത്തിടും ലോകവന്ധ്യേ. ഭംഗം കൂടാതെ നിത്യം തവ ചരണയുഗം കണ്ടു കൈ കൂപ്പിടുവാൻ ഭംഗ്യാവന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 8ാം അധ്യായമാണ് ഇന്നലെ പറഞ്ഞ് സമാപിപ്പിച്ചത്. ദേവിയെ പൂജിച്ച ഇന്ദ്രാണിക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ ദേവേന്ദ്രനെ വീണ്ടും ലഭിച്ച ഭാഗം വരെയാണ് അനുസ്മരിച്ചു നിർത്തിയത്. അടുത്തതായിട്ട് ഇന്നു മുതൽ നമുക്ക് 9ാം അധ്യായം 9ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്യുന്നത്. നൗഷന്റെ അധപതനമാണ് ഈ അധ്യായത്തിലൂടെ വ്യാസൻ പറയുന്നത്. വ്യാസൗവാചാത്താം വീക്ഷ്യ വിപുലാപാംഗീം രഹ ശോകസമന്വിതാം ആഖണ്ഡല പ്രിയാം ഭാര്യാം വിസ്മിതശ്ചാബ്രവീത്തദാ. സുമുഖിയായിട്ടുള്ള തന്റെ പത്നിയെ ഏകാന്തത്തിൽ ദുഃഖനിമഗ്നനായി കണ്ടപ്പോഴ് ദേവേന്ദ്രൻ അവളോട് വിസ്മയത്തോട് ചോദിച്ചു, നീ ഇവിടെ എങ്ങനെയാ വന്നത്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെയാ അറിഞ്ഞത്? സർവഭൂതങ്ങൾക്കും അജ്ഞാതനായിട്ടാണല്ലോ ഞാനിവിടെ കഴിയുന്നത്. അങ്ങനെ രഹസ്യമായിട്ട് ആർക്കും തന്നെ അറിയാൻ കഴിയാതെ, കണ്ടുപിടിക്കാൻ കഴിയാതെ കണ്ട് ഇവിടെ രഹസ്യമായിട്ട് ഞാനിവിടെ വസിക്കുന്നത് നിനക്കിപ്പോഴെങ്ങനെയാ അറിയാൻ കഴിഞ്ഞത്? എങ്ങനെയാ നീ ഇവിടെ വന്നത് എന്ന് തന്റെ ഭാര്യയെ കണ്ട് സന്തോഷവും അത്ഭുതവും ഒരേ സമയത്തുണ്ടായതായി ആശ്ചര്യവും ഉണ്ടായതായിട്ടുള്ള ഇന്ദ്രൻ ചോദിക്കണു. ഉത്തരമായിക്കൊണ്ട് ശചീദേവി പറയാണ്, ദേവദേവ്യാ പ്രസാദേന ജ്ഞാതോസ്യദ്യ ഭവാനിഹ പുനഃതസ്യാ പ്രസാദേന പ്രാപ്താമസ്മി ത്വാം ദിവസ്പതേ. ഹേ ദേവ, ദേവിയുടെ പ്രസാദം കൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ആ ദേവിയുടെ പ്രസാദ നിമിത്തം തന്നെ എനിക്ക് അങ്ങയുടെ അടുത്തെത്താനും ഇതാ കഴിഞ്ഞു. നൗഷൻ എന്ന രാജാവിനെയാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ദേവന്മാരും മുനിമാരും ചേർന്ന് ഇപ്പോൾ വാഴിച്ചിരുത്തിയിരിക്കുന്നത്. അവൻ എന്നെ നിത്യവും ഉപദ്രവിക്കുകയാണ്. എന്നെ ഭർത്താവായി സ്വീകരിക്കൂ എന്നാണ് അവൻ പറയണത്. ഇപ്പോഴ് ദേവേശനായിട്ടുള്ള ദേവേന്ദ്രൻ ഞാനാണ്, അതുകൊണ്ട് എന്നെ സ്വീകരിക്കണം എന്നവൻ ഛടിക്കണു. ശത്രുവീര്യം കെടുത്തുന്നതായിട്ടുള്ള ഹേ പതേ, ഞാനിപ്പോഴെന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയുന്നില്ല എന്നൊക്കെ നടക്കുന്ന ആ സംഭവങ്ങളെ, കാര്യങ്ങളെയൊക്കെ അവിടെ ഇന്ദ്രപത്നി പറയുന്നു. ഇതൊക്കെ കേട്ട് ഇന്ദ്രൻ പറയാണ്, അവിചാരിതമായിട്ട് എനിക്ക് കാലം പ്രതീക്ഷിച്ച് കഴിയേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് നീയും മനസ്സിനെ അടക്കിക്കൊണ്ട് ഇരിക്കണം. കീർത്തിമാനായ തന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞത് കേട്ട ഇന്ദ്രാണി നെടുവേർപ്പെട്ട് വിറച്ചുകൊണ്ട് ദുഃഖിതയായിട്ട് ഇന്ദ്രനോട് ഭർത്താവിനോട് പറയണു, ഞാൻ എങ്ങനെ കഴിയും? പാപിയായിട്ടുള്ള അവൻ എന്നെ വശത്താക്കും. വരലാഭത്താൽ അവൻ ഗർവിതനും അധോന്മത്തനുമാണ്. അവനെ ഭയപ്പെട്ട ദേവന്മാരും മുനിമാരും എന്നോട് പറയണു, കാമാതുരനായ ആ ദേവരാജാവിനെ ആശ്രയിച്ചോളൂ എന്നാണ് ദേവന്മാര് കൂടി പറയുന്നത്, മുനിമാര് കൂടി പറയണത്. ശത്രു സംഹാരത്തിന് ശക്തിയുള്ളവനെ, ദേവഗുരുവാണെങ്കിൽ സൈന്യങ്ങളില്ലാത്ത ഒരു ബ്രാഹ്മണനാണ്, അദ്ദേഹത്തിന് എന്നെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ വളരെ ചിന്താകുലയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ത്രീയാണ് ഇപ്പോഴ്. വിധി വിപരീതമായിരിക്കെ അനാഥയായിട്ടുള്ള ഈ ഞാൻ എന്താ ചെയ്യുക?
അങ്ങയെപ്പറ്റി മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന പതിവ്രതയായ സ്ത്രീയാണ് ഞാൻ. എനിക്ക് ആശ്രയിക്കാനോ ദുഃഖിതയായി എന്നെ രക്ഷിക്കാനോ അങ്ങല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് ഇന്ദ്രാണി ഇന്ദ്രനോട് പറയുന്നു. കേട്ട ഇന്ദ്രൻ പറയാണ് ഇന്ദ്രാണിയോട്, ഞാനിപ്പോൾ അതിനൊരു മാർഗം പറയാം, നീ അതുപോലെ ചെയ്യണം. ദുഃഖിക്കുന്ന അവസരത്തില് നിന്റെ ശീലമാണ് നിന്നെ രക്ഷിക്കുന്നത്. അന്യർ രക്ഷിക്കുന്ന നാരി പതിവ്രതയായിരിക്കുകയില്ല. കോടിക്കണക്കിന് ഉപായങ്ങൾ ഉണ്ടായാൽ പോലും അവൾ മനസ്സിളകിയവളും ഉറപ്പില്ലാത്തവളുമായിരിക്കും. പാപത്തിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കുന്നത് അവളുടെ ശീലമാണ്, അവളുടെ പാതിവൃത്യമാണ്. അതുകൊണ്ട് നീ സൽസ്വഭാവം സ്വീകരിച്ച് ഉറച്ചു നിന്നോളൂ. എപ്പോഴാണോ ആ നൗഷ മഹാരാജാവ് നിന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നത്, അപ്പോൾ നീ രഹസ്യമായി വാക്കുകൊടുത്തിട്ട് ആ രാജാവിനെ വഞ്ചിക്കണം. നീ ഏകാന്തത്തിൽ അവന്റെ അടുത്ത് ചെന്ന് പറയണം, ദിവ്യമായ ഋഷിവാഹനത്തിൽ വന്ന് എന്നെ പ്രാപിക്കൂ എന്ന്. ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങയ്ക്ക് വിധേയമാകണം എന്നാണ് എൻ്റെ വ്രതം എന്ന് അവനോട് പറയുക. അപ്പോൾ പൂർണ്ണമായിട്ട് നിന്റെ വാക്കുകളിൽ അവൻ മോഹിതനായി തീരും. കാമാന്ധനായിട്ടുള്ള ആ നൗഷൻ മുനിമാരെ കൊണ്ട് വാഹനം എടുപ്പിക്കും. ആ താപസന്മാരിൽ ഒരുവൻ രാജാവിനെ ശാഭാഗ്നിയിൽ ദഹിപ്പിച്ചുകൊള്ളും. അതിനുവേണ്ട സഹായം ജഗദംബ ചെയ്തുകൊള്ളും എന്നതിന് സംശയമില്ല. ജഗദംബയുടെ പാദം സ്മരിക്കുന്നവർക്ക് ഒരിക്കലും സങ്കടമുണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അത് നന്മയ്ക്കായിരിക്കും എന്ന് അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഏതു വിധത്തിലും മണിദ്വീപ നിവാസിനിയായിട്ടുള്ള ഭുവനേശ്വരിയെ ഗുരു ഉപദേശമനുസരിച്ച് ഭജിച്ചോളൂ എന്നാണ് ഇന്ദ്രാണിയുടെ സങ്കട നിവാരണത്തിന് ഇന്ദ്രൻ കൊടുക്കുന്നതായിട്ടുള്ള മറുപടി അഥവാ ഉപദേശം. ഭാഗവത പുരാണത്തില് മഹാപുരാണത്തിൽ ഇങ്ങനെയൊന്നുമല്ല കഥ പറയുന്നത്. ദേവി ഭാഗവതത്തിലാണ് ഇപ്രകാരമെല്ലാം പറയുന്നത്. ഈ ഉപായം ബൃഹസ്പതി പറഞ്ഞു എന്ന് മാത്രമേ അവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇന്ദ്രൻ സ്വയം ഇന്ദ്രാണിക്ക് കൊടുത്ത ഉപദേശമായിട്ടാണ് ഇവിടെ ഇതിനെ പറയുന്നത്. എന്തായാലും ഓരോരോ പുരാണങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലെപ്രകാരമാണോ വർണ്ണിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് പോകണം. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും. ഇത് ദേവി ഭാഗവതമാണ് എന്നുള്ളത് കാരണം ദേവിയുടെ മഹിമകളെ, ആ ദേവിയുടെ അനുഗ്രഹങ്ങളെ, അത് ദേവിയുടെ കാരുണ്യത്തെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള കഥകളാണ് ദേവി ഭാഗവതത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത് ഇപ്രകാരത്തിലാണ്. ദേവി ഭാഗവതമായാലും ഭാഗവത മഹാപുരാണമായാലും എല്ലാം രചിച്ചത് വ്യാസൻ തന്നെയാണ് എന്നുണ്ടെങ്കിലും കഥകൾക്കെല്ലാം ചില കഥകൾക്ക് അല്പസ്വല്പം വ്യത്യാസമുണ്ട്, ചില കഥകൾക്ക് വളരെയധികം വ്യത്യാസമുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ വൃത്രാസുര ചരിത്രമാണല്ലോ ഷഷ്ഠസ്കന്ധത്തില് തുടക്കം മുതൽ കണ്ടത്. ആ വൃത്രാസുര ചരിത്രം വളരെ ഭിന്നമായിട്ടാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും ദേവി ഭാഗവതത്തിലും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ നൗഷന്റെ ചരിതവും രണ്ടിലും ദേവി ഭാഗവതത്തിലും അതേമാതിരി തന്നെ ഈ ഭാഗവത മഹാപുരാണത്തിലും വ്യത്യസ്തമായിട്ടാണ് രണ്ടും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കെ ഇവിടെ തന്നെ നിർത്തുന്നു. ഇന്ദ്രന്റെ ഉപദേശങ്ങൾ കേട്ട ഇന്ദ്രാണി എന്താണ് ചെയ്തത് എന്നും നൗഷന് എങ്ങനെയാണ് നാശം സംഭവിച്ചത് എന്നുമുള്ള തുടർന്നുള്ള ഭാഗങ്ങളെ നമുക്ക് നാളെ മുതൽ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. എല്ലാവർക്കും ജഗദംബയുടെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.